സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാണ്. പ്രതിദിനം അവർക്ക് കിട്ടുന്നത് 233 രൂപ മാത്രമാണ്. അതിൽ അല്പം വർധനമാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ആശാ വർക്കർമാരുടെ സമരം പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, പകരം തങ്ങൾക്ക് ഇഷ്ടക്കാർക്ക് വാരി കോരി നൽകാനുള്ള തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത്. PSC ചെയർമാനും അംഗങ്ങൾക്കും 1.5 ലക്ഷം രൂപയിലധികം ശമ്പള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു ആനുകൂല്യം കൂടി പുറത്തേക്ക് വരുന്നത്. ഡൽഹിയിലെ സർക്കാരിന്റെ പ്രതിനിധിയായ KV തോമസിനാണ് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത്. 1 രൂപ തനിക്ക് ശമ്പളമായി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു KV തോമസ് ഡൽഹിക്ക് വണ്ടി കയറിയത്. എന്നാൽ ഇപ്പോഴാണ് കണക്കുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞയാൾക്ക് 2024 വരെയുള്ള കണക്കിൽ യാത്രാഭത്തയും ഓണറേറിയം കൂടി 57 ലക്ഷത്തിലധികം രൂപ നൽകിയെന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കണക്കുകൾ. പ്രതിവർഷ യാത്രാഭത്ത 5 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷം രൂപയാക്കണമെന്നുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതേ KV തോമസ് ആണ്. പ്രതിവർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്ന 5 ലക്ഷം രൂപ യാത്രക്ക് തികയുന്നില്ലെന്നും യാത്രാഭത്ത 11 ലക്ഷമാക്കി വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു അപേക്ഷ പരിഗണിക്കുകയും 11.31 ലക്ഷം രൂപയായി യാത്രാഭത്ത ഉയർത്താനുമാണ് സർക്കാരിന്റെ ശുപാർശ. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രാപടിയിൽ വർധന വേണമെന്നും ഇപ്പോൾ ലഭിക്കുന്നത് കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും KV തോമസിന്റെ ഓഫീസ് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രാഭത്ത വർദ്ധിപ്പിക്കാൻ ധനവകുപ്പിനോട് മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിരിക്കുന്നത്. 1 ലക്ഷം രൂപ ഓണറേറിയം നൽകുന്നതിന് പുറമെയാണ് ഇപ്പോൾ 11,31,000 രൂപ കൂടി അധികമായി നൽകുന്നത്. ഈ ചുമതലയിലേക്ക് വരുമ്പോൾ KV തോമസ് പറഞ്ഞത് തനിക്ക് ശമ്പളമൊന്നും വേണ്ട, ഓണറേറിയം മതി എന്നതായിരുന്നു. പലരും അന്ന് KV തോമസിന്റെ ആ നല്ല മനസ്സിന് കയ്യടി നൽകിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ KV തോമസിന്റെ കാഞ്ഞ ബുദ്ധിയാണ് അതിന് പിന്നിൽ. കാരണം ശമ്പളം വാങ്ങിയിരുന്നുവെങ്കിൽ തനിക്ക് അവകാശപ്പെട്ടിരുന്ന MLA, MP, അതുപോലെ മുൻ കോളേജ് അധ്യാപകൻ എന്നീ നിലകളുള്ള പെൻഷൻ തോമസിന് കിട്ടില്ലായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത്. ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ ഒരു മാസം ഡൽഹിയിലെ സർക്കാർ പ്രതിനിധി എന്നുള്ള നിലയിലാണ് KV തോമസിന് ലഭിക്കുന്നത്. ആശാകിരണം, കരുണ ചികിത്സാ സഹായം തുടങ്ങി പാവപ്പെട്ടവരുടെ നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് കുടിശ്ശികയുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള പാഴ്ചിലവുകൾ സർക്കാർ നടത്തുന്നത്. 2023 നിയമിതനായ KV തോമസിനെ കൊണ്ട് എന്ത് ഉപകാരമാണ് ഈ കാലയളവിൽ കേരളത്തിൽ ലഭിച്ചത് എന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. വയനാട് ദുരന്തം നടന്നപ്പോൾ പോലും കേരളത്തിന് അർഹമായത് വാങ്ങിയെടുക്കാൻ ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിക്കാത്ത തോമസ് മാഷിനെ എന്തിനെ ഇങ്ങനെ തീറ്റി പോറ്റണമെന്നതാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്.